റാന്നിയിൽ യുവാവിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ പിടിയിൽ. റാന്നി സ്വദേശികളായ അരവിന്ദ്, ശ്രീകുട്ടൻ, അജോയ് എന്നിവരാണ് പിടിയിലായത്. എറണാകുളത്താണ് പ്രതികൾ പിടിയിലായത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നിട്ടുണ്ട്. മിഥുൻ, എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഇവർ കടന്നത് എന്നറിയാൻ സാധിക്കുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങളും കൂടി. തർക്കമാണ്. ഈ കൊലപാതകം നടക്കുന്നതിന് മുൻപ് തന്നെ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിന് ശേഷമാണ് കൊലപാതകം നടക്കുന്നത്. കൊലപാതക ശേഷം കുന്നംഭാഗം ഭാഗത്ത് കാർ ഉപേക്ഷിച്ചതിന് ശേഷം ഈ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ട പ്രതികൾ എറണാകുളം ഭാഗത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. CCTV അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടെ റാന്നി ബിവറേജിന് സമീപം 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തിന് ശേഷം മന്ദമാരുതി ഭാഗത്ത് അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് പോലീസിന് കിട്ടിയത്. ഈ നേരത്തെ ഉണ്ടായ സംഘർഷവും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ മരണവും തമ്മിൽ ചേർത്ത് വെക്കുന്നത് പോലീസ് പിന്നീടാണ്. ആദ്യം പോലീസിന് വിവരം ലഭിക്കുന്നത് അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമായിരുന്നു. പോലീസ് അപകട മരണം എന്നുള്ള രീതിയിലാണ് FIR തയ്യാറാക്കുകയും ചെയ്തത്. എന്നാൽ ഈ മൃതശരീരത്തിന്റെ ദേഹത്ത് അപകട മരണത്തിനപ്പുറമുള്ള ചില പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പരിക്കുകൾ പോലീസിന് സംശയമുളവാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണ് എന്ന് വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കൊല്ലപ്പെട്ട അമ്പാടിയും സഹോദരങ്ങളും റാന്നി ബിവറേജസ് കോർപ്പറേഷന്റെ മുന്നിൽ വെച്ച് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ചേത്തങ്കൽ സ്വദേശികളായ 3 സംഘം അജയ്, ശ്രീകുട്ടൻ, അരവിന്ദ് ഇങ്ങനെ 3 പേരുമായിട്ട് വാക്കുതർക്കമുണ്ടായി. കൊല്ലപ്പെട്ട അമ്പാടിയുടെ ഭാഗത്തും ഒപ്പം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന 3 യുവാക്കളുടെ ഭാഗത്തും ഒരുപാട് സംഘങ്ങളുണ്ടായിരുന്നു. സംഘങ്ങളായി ചേരിതിരിഞ്ഞായിരുന്നു കയ്യാങ്കളിയും വാക്കേറ്റവും എല്ലാം അവിടെ ഉണ്ടായത്. സംഘർഷത്തിന് ശേഷം അമ്പാടിയും സഹോദരങ്ങളും അവിടെ നിന്ന് മാറി റാന്നി ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ മുന്നിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഇവരെ വിളിച്ച് ഈ സംഘർഷമുണ്ടാക്കിയതിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികളടങ്ങുന്ന സംഘം വെല്ലുവിളികൾ നടത്തിയേക്കാം എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. മന്ദമാരുതി ഭാഗത്ത് വെച്ച് ഏറ്റുമുട്ടാം എന്നുള്ള വെല്ലുവിളി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. പിന്നീട് അമ്പാടിയും സഹോദരങ്ങളും ആദ്യം കാറിൽ ഈ സ്ഥലത്തെത്തി. പുറത്തിറങ്ങി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു കാറിലെത്തിയ പ്രതികളടങ്ങിയ സംഘം അമ്പാടിയെ ഇടിച്ചിട്ട ശേഷം ദേഹത്തുകൂടി വാഹനം കയറ്റി ഇറക്കി ദാരുണമായിട്ടുള്ള കൊല നടക്കുകയായിരുന്നു. മകന് ഒരാളുടെയും ശത്രുതയില്ല എന്നുള്ള കാര്യമാണ് അമ്പാടിയുടെ അച്ഛൻ പറയുന്നത്. സഹോദരങ്ങൾക്കൊപ്പം കാറിൽ പുറത്തുപോയി അപകടമുണ്ടായെന്ന് മാത്രമാണ് അറിഞ്ഞതെന്നും അമ്പാടിയുടെ പിതാവ് പറയുന്നുണ്ട്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ചേത്തക്കൽ സ്വദേശി അരവിന്ദ്, അജോയ്, ശ്രീകുട്ടൻ എന്നിവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കം നടത്തിക്കൊണ്ട് നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, നേരത്തെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശരി മിഥുൻ.